നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മഞ്ജു എങ്ങനെ ഓരോ തവണയും രക്ഷപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വപ്നയോട് വ്യക്തമായ ആ വിഷയത്തെ പറ്റി എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തതാ. എന്നിട്ടും ആ പണി അവള് കൊണ്ടുപോയി കൊളമാക്കി. ഞാൻ പറയാറില്ല മാഡം, അവക്ക് വല്ലാത്ത ഭാഗ്യമുണ്ട്. നിന്റെ കഴിവുകേടിനെ അവളുടെ ഭാഗ്യമായിട്ട് കാണണ്ട. നിന്റെ മുന്നിൽ വെച്ച് നീ അവളെ കൊല്ലാൻ നോക്കിയത് ഞാൻ കണ്ടതാണല്ലോ. അവൾ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചോടിച്ചില്ലേ? അത് എന്റെ കൈ ഡോറിന്റെ ഇടയിൽ കുരുങ്ങിയില്ലേ? മതി മതി, നിന്റെ വിശദീകരണമൊന്നും എനിക്ക് കേക്കണ്ട. ഒരവസരം കൂടി തന്നാ നിനക്ക് അവളെ തീർക്കാൻ പറ്റുമോ? അവന്റെ വീട്ടിൽ കയറി തീർക്കണം. എന്താ പേടിയാണോ? ഗിരി അവിടെ ഉള്ളപ്പോ അങ്ങനെ ചെയ്യാനുള്ള ധൈര്യം ആരും കാണിക്കില്ല മാഡം. ആ, ഗിരി ഇല്ലെങ്കിലോ? മനസ്സിലായില്ല. ഗിരി ആ വീട്ടിൽ നിന്ന് ഞാൻ മാറ്റി നിർത്തി തരാം. ഗർഭിണിയായിരിക്കുമ്പോ അവൻ ഭാര്യയെ തനിച്ചാക്കി പോവോ? അതിനെക്കുറിച്ചൊന്നും താൻ ചിന്തിക്കണ്ട. ഗിരി വീട്ടിലുണ്ടാകില്ല. ആ കാര്യം ഞാൻ ഉറപ്പു തരാം. ഇനി പറ, ആ പെണ്ണിനെ തനിക്ക് തീർക്കാൻ പറ്റുമോ? പറ്റും മാഡം. താൻ ഒറ്റയ്ക്ക് പോകണ്ട, കൂടെ രണ്ടുപേരെയും കൂടെ കൂട്ടിക്കോ. ഇത്തവണ ഒരു കാരണവശാലും അവള് മിസ്സാവരുത്. ആ വീട്ടില് മഞ്ജു മാത്രമല്ലല്ലോ താമസിക്കുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യം എന്താ ചെയ്യേണ്ടേ? ആരെങ്കിലും തടയാനോ പിടിക്കാനോ വരികയാണെങ്കിൽ ആലോചിക്കാൻ നിൽക്കണ്ട, തട്ടിക്കളഞ്ഞേക്ക്. ശരി മാഡം. നീ വാശി പിടിച്ചോണ്ട് മാത്ര ഞാൻ ഗിരിയെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തുന്നത്. ഇനിയെങ്കിലും കാര്യം എന്താന്ന് പറ. എന്തിനാ ഇത്ര ധൃതി പിടിക്കുന്നേ? ഗിരി ഇപ്പൊ ഇവിടെ എത്തില്ലേ? അപ്പൊ കാര്യം എന്താന്ന് ഞാൻ പറയുമല്ലോ. നീ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഇവിടെ അതിനെ ചൊല്ലിയൊരു വഴക്കുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ചാച്ചു എന്തിനാ അവനെ ഇങ്ങനെ പേടിക്കുന്നേ? അവൻ നമ്മുടെ ജോലിക്കാരനാ. നമ്മൾ പറയുന്നത് എന്തോ അവൻ അനുസരിക്കും. അവൻ ആവശ്യമില്ലാത്ത ഇത്ര ബഹുമാനമൊന്നും കൊടുക്കാൻ നിൽക്കരുത്. അച്ഛൻ അവൻ അങ്ങനെ ഒരു സ്ഥാനം കൊടുത്തതുകൊണ്ടാ അവൻ തലേ കയറി നിരങ്ങുന്നേ. ഗിരിയെ എവിടെ നിർത്തണമെന്ന് ഗോപാലേട്ടന് നല്ല ധാരണയുണ്ട്. അങ്ങനെ ഒരു ധാരണയില്ലാതെ പെരുമാറിയത് നീയാ. അവൻ നിന്റെ താളത്തിന് തുള്ളാത്തതിന്റെ ദേഷ്യം തീർക്കാനായിട്ട് നീ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊന്നും ഗോപാലേട്ടന്റെ ലക്ഷ്യങ്ങളെ ബാധിക്കരുത്. അങ്ങനെ സംഭവിച്ച ആകെയുള്ള മകളാണെന്ന ആനുകൂല്യമൊന്നും ഗോപാലേട്ടൻ നിന്നോട് കാണിച്ചെന്ന് വരില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മാഡം, ആ വാ ഗിരി. ഗിരി വന്നിട്ടുണ്ട്. നീ ആവശ്യമില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഗിരി ഇരിക്കേ. വേണ്ട മാഡം, പോയിട്ട് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയല്ലേ നീ ജോലി ചെയ്യുന്നത്? അപ്പൊ ഞങ്ങളോട് സംസാരിക്കാൻ സമയമില്ലാതെ തിരക്ക് കൂട്ടി ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നീ കുറച്ചു നേരം ബാറിൽ പോകാതിരുന്ന ഉള്ള നഷ്ടം ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം. മോളെ, നീ കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കണം. എനിക്ക് ഇത്രയ്ക്കുള്ള മര്യാദയൊക്കെ ഉള്ളൂ. ഒരു ജോലിക്കാരന് ഇത്രയൊക്കെ തന്നെ ധാരാളമാ. എനിക്ക് നിന്റെ ബഹുമാനം വേണ്ട. അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്നത് നിനക്ക് വേണ്ടിയിട്ടല്ല, ഗോപാൽജിക്ക് വേണ്ടിയിട്ടാ. അതുകൊണ്ട് ഞാൻ ഉത്തരം പറയുക അദ്ദേഹത്തോട് മാത്രമാ. ഗോപിക മാഡം വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് പോവായിരുന്നു. ഓ, അപ്പൊ ആവശ്യം നിന്റെയാണ്. നീ വിളിച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കുക പോലും ഇല്ലെന്ന് അറിയാവുന്നോണ്ടായിരിക്കും ഗോപിക മാഡത്തിനെ കൊണ്ട് വിളിപ്പിച്ചത്. അപ്പോ ഞാൻ പോട്ടെ മാഡം. ഹലോ, നിന്റെ ഭംഗി കാണാൻ വേണ്ടിയല്ല ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഒരു ജോലി ഏൽപ്പിക്കാനാ. നീ ഏൽപ്പിക്കുന്ന ജോലി ചെയ്യാൻ എനിക്ക് സൗകര്യമില്ല. നീ ആരോടാണെന്ന് വെച്ചാൽ പരാതി പറഞ്ഞു. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് പരാതി പറയുന്ന ഒരാളായിട്ടാണോ നീ എന്നെ കണ്ടിരിക്കുന്നേ? എന്നാ നിനക്ക് തെറ്റി.
കോഴിക്കോട് നമ്മൾ വാങ്ങിയ പ്രോപ്പർട്ടിയുടെ അതിർത്തിയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് അവിടുത്തെ എഞ്ചിനീയർ എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു. ആ പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചാ പോയി പരിഹരിച്ചിട്ട് വാ. ഇത് ചെയ്യാൻ ഞാൻ പോണമെന്നില്ല. നമ്മുടെ കമ്പനി സ്റ്റാഫ് ആരെങ്കിലും പോയാൽ മതി. ഞാൻ ഏതെങ്കിലും സ്റ്റാഫിനോടല്ല, നിന്നോടാണ് ആവശ്യപ്പെട്ടത്. മഞ്ജുവിനെ ഈ അവസ്ഥയിലാക്കിയിട്ട് പോകാൻ എനിക്ക് പറ്റില്ല. അതിന് അവള് നാളെ അങ്ങ് പ്രസവിക്കാൻ പോകുന്നു അല്ലല്ലോ. തൽക്കാലം ഞാൻ ഏൽപ്പിച്ച ജോലി ചെയ്യാൻ നോക്ക്. സൗകര്യമില്ല. പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ കേട്ടിട്ട് പോയിക്കോ. നിന്റെ ഭാര്യയുടെ തറവാട് വീടില്ലേ, അതിനൊരു പാർട്ടി വന്ന് നല്ലൊരു വില പറഞ്ഞിട്ടുണ്ട്. അയാൾ ആ വീട് ഇടിച്ചു പൊളിച്ചു കളഞ്ഞ് അവിടെ ഒരു ലോഡ്ജ് തുടങ്ങാനാ പരിപാടി. ലോഡ്ജ് എന്ന് പറയുമ്പോ അത്യാവശ്യം എല്ലാ മോശം കാര്യങ്ങളും നടക്കുന്ന ഒരു ലോഡ്ജ്. അതിന് പറ്റിയ സ്ഥലമാണത്രേ അത്. എന്തായാലും മാധവന്റെ വീടിരുന്ന സ്ഥലത്ത് ഇങ്ങനൊരു ലോഡ്ജ് വന്നാ അയാൾക്കും കുടുംബത്തിനും നല്ല പേരായിരിക്കും അല്ലേ? നീ പകപോക്കാണല്ലേ? അതെ. അത് മനസ്സിലാക്കാൻ നിനക്ക് ഇത്രയും സമയം എടുത്തോ? നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത്രയും സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി തരാം. നീ കോഴിക്കോടേക്ക് പോയില്ലെങ്കിൽ ആ സ്ഥലം ഞാൻ ആ ലോഡ്ജുകാരന് കൊടുക്കും. പിന്നെ അയാളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന സ്ഥലത്ത് ആരൊക്കെയാ വന്ന് ഉറങ്ങാൻ പോകുന്നതെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നിന്റെ ഭാര്യയ്ക്ക് ഈ അവസ്ഥയില് ഇത്രയും വലിയൊരു ഷോക്ക് താങ്ങാൻ പറ്റുമോ? നീ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ അങ്ങനൊന്നും വിചാരിക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഇനി അങ്ങോട്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറുമെന്ന് നീ മനസ്സിൽ കണ്ടോണം. അപ്പോ നിന്റെ തീരുമാനം എന്താ? ഞാൻ പോവാം. ഗുഡ് ബോയ്. ആ എന്നാ പോയിക്കോ. ഗിരിയെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് നീ എന്ത് ചെയ്യാനുള്ള പരിപാടിയാ? അതൊക്കെ എന്തിനാ ചാച്ചു അന്വേഷിക്കുന്നേ? നീ ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് അവസാനിച്ചാ എന്ത് ചെയ്യും? അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ചാച്ചുവിന് ഒന്നും അറിയില്ലായിരുന്നു എന്ന് പറയുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് കൂടുതലൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. ഓക്കെ? നീയോ? അതെ, ഞാൻ തന്നെ. നീ വേറെ വല്ലവരെയാണോ പ്രതീക്ഷിച്ചത്? ഒന്നടങ്ങടി പെണ്ണേ. എന്തിനാ നീ ഇത്രയും കിടന്ന് ചാടുന്നത്? എന്നോട് നിനക്ക് എന്താണ് ഇത്ര പ്രശ്നം? അബി പറയുന്ന അനുസരിച്ച് നീ കിടന്ന് ചാടുന്നുണ്ടല്ലോ. ഇടയ്ക്ക് എന്നോടൊന്ന് സഹകരിക്കേ. അവൻ കണ്ടതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. എന്താ നീ പറഞ്ഞേ? നിന്റെ ആ വീഡിയോ ഞാനും കണ്ടു. അപ്പൊ മുതല് ഞാൻ നിന്റെ വലിയ ഫാനാ. പക്ഷെ നീ മുകുന്ദനെ അബിയൊക്കെ അല്ലേ മൈൻഡ് ചെയ്യൂ. എന്നെ പോലുള്ള പാവങ്ങളൊക്കെ നിന്റെ കണ്ണിൽ എങ്ങനെ പെടാനാ? പക്ഷേ നീ എന്റെ കണ്ണിൽ പെട്ടതാ. നീ എന്നോടൊന്ന് സഹകരിക്കുമോളെ. മുകുന്ദനോ അബിയോ ആരും ഒന്നും അറിയില്ല. തൊട്ടു പോവരുത്. എന്റെ അടുത്തെങ്ങാനും വന്നാ ഞാൻ ബഹളം വെച്ച ആളെ കൂട്ടും. എന്തിനാ മോളെ നീ ഇങ്ങനെ പൊട്ടത്തനം വിളിച്ച് പറയുന്നേ? അതെ, ആളുകളെ കൂട്ടിയാലേ നിനക്കാ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു. നിന്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിലാണെന്നുള്ള കാര്യം നീ മറന്നോ? ഞാനും അബിയും എത്ര നല്ല കൂട്ടുകാരാണെന്ന് നിനക്കറിയില്ലേ? ഞങ്ങൾ തമ്മിൽ രഹസ്യങ്ങളൊന്നുമില്ല. ആ വീഡിയോയുടെ ഒരു കോപ്പി അവൻ എനിക്കും അയച്ചു തന്നിട്ടുണ്ട്.